ഞാൻ ഇവിടെ നല്ല ഗ്രൈൻഡ് പണിയിലായിരുന്നു. നമ്മളെ മൈനിങ് ഏരിയ ഫുള്ളാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇതാ അടിയിലോട്ട് ഫുള്ളാക്കി ആ ബെഡ് റോക്ക് ലെവൽ വരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റെൻഡർ ആവാത്തതാണ്. പിന്നെ എനിക്ക് നല്ല ഞാൻ കുറേ വട്ടം അങ്ങനെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് നമ്മളെ ബേസ് പ്ലാനും നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞിടാം. ഇതാ ഇവിടെയായിട്ട് നമ്മളൊരു വീട് വരും. ഞാൻ കോൺക്രീറ്റ് യൂസ് ചെയ്താണ് നമ്മൾ വീട് ഉണ്ടാക്കുന്നത്. അതൊരു എസ് ഷേപ്പിലായിരിക്കും. എസ് ഷേപ്പ്. ഇതാ ഇവിടെ നിന്നൊരു ഇങ്ങനെ ഇവിടെ ബെഡ്റൂം, ഇവിടെ ക്രാഫ്റ്റിംഗ് ഏരിയ, എന്നിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ഉണ്ടാക്കിയാണ്ട് അവിടെ നമ്മളെ സ്റ്റോറേജ് റൂമും മാപ്പ് റൂമൊക്കെ. എന്താ ബ്രേക്കും 3 എഫിഷ്യൻസിയും 3, പക്ഷെ 18 എമറാൾഡ് വേണം. ചാത്താൻ നമുക്ക് വാങ്ങാൻ കഴിയില്ല. പക്ഷേ സങ്കടം ഉണ്ട് കേട്ടോ. നല്ല സങ്കടം ഉണ്ട്. അന്നേരം ഇതൊക്കെ വെക്കുമായിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബേസ് ഐഡിയ ബാക്കി പറയട്ടെ. എനിക്ക് വരും പോ അങ്ങനെ ഷേപ്പിലുള്ളൊരു വീട്. അതിൻ്റെ ഇവിടെ മൈനിങ് ഏരിയ. പിന്നെ ആ പോർട്ടൽ ഞാൻ മിക്കവാറും മാറ്റി ഈ ഒരു ഭാഗത്ത് എവിടേക്കൊക്കെ ആയിട്ട് കൊണ്ടുവരും. എന്നിട്ട് പിന്നെ ഇവിടുന്ന് നേരെ നടന്ന് അങ്ങനെ പോയാൽ അവിടേക്ക് ബീച്ച് സൈഡാണല്ലോ. ബീച്ച് മീൻസ് അവിടെ ഇതാണല്ലോ, കടലാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ടൊരു പാലുണ്ടാക്കും. ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് ഈ വീട്ടിൽ ഫുള്ള് മോഡേൺ ടൈപ്പ് വീടേ കയറാം. അപ്പോൾ അങ്ങോട്ടൊരു പാലുണ്ടാക്കിയിട്ട് അവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും കടലിൻ്റെ മുകളിൽ. എന്നിട്ട് ആ പാലം ഒരു റോട്ടിലേക്ക് ചെന്ന് കയറുക. ആ പ്ലാറ്റ്ഫോമിൽ ഒരു റോഡായിരിക്കും, അത് ചുറ്റിച്ചൊരു ചതുരത്തിലൊരു റോഡ്. മുകൾക്കല്ല, നേരെ അവിടെ. അതിൻ്റെ നടുവിലൊരു ഫൗണ്ടെയിന്. അതിൻ്റെ ഓരോരോ സൈഡിൽ ലൈബ്രറി, ആർമർ ഷോപ്പ്, ഫുഡ് ഷോപ്പ്, വെപ്പൺ ഷോപ്പ്, ടൂൾ ഷോപ്പ്, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പം തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ട്രേഡിങ് ഹാള്. അതെ, ഞാൻ അതുവരെ എത്തി. ട്രേഡിങ് ഹാൾ ഞാൻ നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടാക്കും. അഥവാ ഇപ്പം ലൈബ്രറി ആയിരുന്നല്ലോ, ലൈബ്രറി നോർമലായിരിക്കും അതിൻ്റെ പക്ഷെ ലൈബ്രറിയിൽ ഓരോ റൂമിലും ഓരോ വില്ലേജർമാരുണ്ടാവും. ഫോർച്യൂണിൻ്റെയും പിന്നെ മെൻഡിങ്ങിൻ്റെയും. ആ റൂമിൽ ഓരോ തുറന്നിടേക്കാരം, പക്ഷെ ആ റൂമിൻ്റെ പുറത്തേക്ക് അവർക്ക് വരാൻ കഴിയില്ല. ആ രീതിയിൽ. പിന്നെ ആർമർ ഷോപ്പിൽ റിസപ്ഷനിൽ ഞാൻ വില്ലേജറിന് നിർത്തും. എന്നിട്ട് മുകളിലൊക്കെ കുറച്ച് അലങ്കാരമൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലായിടത്തും വരുത്തും. ഫുഡ് ഷോപ്പ് മാത്രം ഒരു ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ചെറിയൊരു തട്ടുകട പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. അപ്പം അതുവരെയാണ് ഇതുവരേക്കുള്ള പ്ലാന്. അപ്പം ചില ചോദിക്കും ബ്രീഡർ ഫാമിൻ്റെ ഓളൊന്നും ഉണ്ടാക്കുമെന്ന്. അപ്പം ഞാൻ പറയും ഒരിക്കലുമില്ല, ഞാൻ തന്നെ ഒന്നുണ്ടാക്കും. അഥവാ ഞാൻ ഈ കാട് ഒരു ദിവസം ഞാൻ ഇവിടെ ട്രാവൽ ചെയ്തപ്പോൾ ഈ കാട് കഴിഞ്ഞിട്ട് ബീച്ച് സൈഡ് തന്നെയാണ്. അഥവാ നമ്മളെ നോർമലുള്ള വില്ലേജിൽ നിന്ന് 150 കിലോമീറ്റർ മാറണം. ഈ വില്ലേജ് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരു ബെഡും ഒരു ഇതുണ്ടെങ്കിൽ വില്ലേജറുണ്ടെങ്കിൽ അതൊരു വില്ലേജായിട്ടാണ് മൈൻക്രാഫ്റ്റ് കണക്കാക്കുക. എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നമ്മളതിന് 100 ബ്ലോക്ക് മാറണം. ഞാൻ പിന്നീട് സേഫ്റ്റിക്ക് 150 ബ്ലോക്ക് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കുറേ പോകണം. ഇതൊന്നുമല്ല, ഇവിടുന്ന് അങ്ങോട്ട് കുറേ പോകണം. ഒരു സ്പ്രൂസ് ഫോറസ്റ്റൊക്കെ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, അവിടെ ഒരു ചെറിയൊരു ബീച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ബ്രീഡറും ഉണ്ടാക്കും. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഇവിടെ ആ ഭാഗത്തുള്ളൊരു വില്ലേജ് ഉണ്ടല്ലോ. നമ്മളെ അടുത്ത് 2 വില്ലേജ് ഉണ്ട് അറിയാം, സ്റ്റാർട്ടിങ് മുതൽ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഭാഗത്തുള്ള വില്ലേജിൽ നിന്ന് ഒരു അവിടേക്ക് കടലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 150 ബ്ലോക്കല്ല, ഒരു 200 ബ്ലോക്കൊക്കെ മാറിയാണ്ട്, എത്രയോ ബ്ലോക്കൊക്കെ മാറിയാണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു അല്ലേ. എത്രയോ ബ്ലോക്കൊക്കെ മാറിയാണ്ട് ബനക്കൊല്ല എനിക്ക് വേണ്ട ഇത് വേണം, ലെതറും വേണം. ലെതർ ഡ്രോപ്പില്ല, പക്ഷെ ലീഡ് കിട്ടി. അതൊരുത്തൻ്റെ ലീഡ് അവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസ് പ്ലാന്. അപ്പോൾ ഇന്നെന്താണെന്നായിരിക്കും പലരുടെയും ചോദ്യം. ഇന്ന് നമ്മളെ മൈനിങ് ഏരിയ ബാക്കി ഉണ്ടാക്കലാണ്. ഒബിയസ്ലി ഇതെന്ത് ഇന്ന് മുട്ടിയൊരുമ്പി നിൽക്കണേ, ഓടാ അവിടുന്ന്. പിന്നെ ഞാൻ ഡീപ്പ് സ്ലേറ്റാണ് അവിടെ സ്റ്റെയർ കേസൊക്കെ ആക്കാൻ യൂസ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക്
പോളിഷ്ഡ് ഡീപ്പ് സ്ലേറ്റ് ഇട്ടു. ഈ ഡീപ്പ് സ്ലേറ്റിന് 5 ഇതുണ്ട്, 5 ഡീപ്പ് സ്ലേറ്റ് ഉണ്ട്. അഥവാ പോളിഷ്ഡ് ഡീപ്പ് സ്ലേറ്റ് അത് ഫുള്ളാക്കട്ടെ അങ്ങോട്ടേക്ക്. പോളിഷ്ഡ് ഡീപ്പ് സ്ലേറ്റ് ബ്രിക്ക്, പിന്നെന്താ ഡീപ്പ് സ്ലേറ്റ് ടൈൽസ്, അങ്ങനെ പിന്നെ നോർമൽ കോബിൾഡ് ഡീപ്പ് സ്ലേറ്റും, അങ്ങനെ 4 ഉണ്ട്, 5 ഉണ്ട്. എന്താ നോർമൽ ഡീപ്പ് സ്ലേറ്റും ഉണ്ട് കൂട്ടി. അപ്പോൾ അതിലെനിക്കിഷ്ടം ഡീപ്പ് സ്ലേറ്റ് ബ്രിക്കാണ്. എനിക്കിഷ്ടം, എൻ്റെ ഫേവറേറ്റ് കളർ ഏതൊക്കെയാ വെച്ചാൽ മറ്റേ ബ്ലാക്കും പിന്നെ ഇതും സാനുമാണ്. സാനു അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ. മൈൻക്രാഫ്റ്റിലെ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഈ സ്റ്റോൺ ബ്രിക്കിന് ഒന്നുകൂടി ഇങ്ങനെ 4 വട്ടം വെച്ചാൽ നമുക്ക് ഡീപ്പ് സ്ലേറ്റ് ടൈൽസ് കിട്ടും. പക്ഷെ എനിക്ക് ഇഷ്ടം ഈ ബ്രിക്കാണ്. അപ്പോൾ അതിന് ഞാൻ മാക്സിമം യൂസ് ചെയ്യും. ഈ സ്റ്റെയേഴ്സ് കുറച്ചുണ്ടാക്കാം. ഒരു 2 4 മൊത്തമാക്കുക. ഓക്കെ, സെറ്റ്. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ മൈനിങ് ഗേറ്റിൻ്റെ പുറത്ത് കുറച്ച് ഡീപ്പ് സ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മാറ്റി ബ്രിക്കാക്കും. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമ്മളതും വെക്കും. ബ്രിക്ക് തന്നെ വെക്കും. അത് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തോളൂ. ഇത് മാത്രം ഇപ്പം ഞാൻ ക്യാമറയിൽ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം നമ്മളേറ്റവും അടിയിൽ നിന്ന് മുകൾക്കാണ് വെക്കുന്നത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാനൊരു സാധനം കണ്ടെത്തി. ഇങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മളിവിടെ കൊണ്ട് വെച്ചാണ് സ്റ്റോപ്പാക്കിയത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അവിടെ കണ്ടോ. അപ്പോൾ ഇത് ഞാൻ മൈൻഡ് ചെയ്ത് എടുക്കാത്തതിന് കാരണം ഇത് നിങ്ങളെ മുമ്പിൽ നിന്ന് നമ്മളെ ഫസ്റ്റ് ടൈമായിട്ട് മൈൻഡ് ചെയ്യാന്നാ. അപ്പോൾ ഇനിയുണ്ട്. അയ്യവാ പിക്കാക്സ് ഉള്ളതായി മുത്തേ. അപ്പോൾ വില്ലേജ് ബ്രീഡറൊക്കെ ഇനി വേണ്ടാക്കാം. അത്ര തന്നെ ഉള്ളൂ. മതി, സീനില്ല, ഒരു സീനുമില്ല, ആരൊന്നും ചോദിക്കൂല. ഒരു ഡീപ്പ് സ്ലേറ്റ് നട്ട് വെക്കാം. സെറ്റ്. അയ്യോ, ഓ മൈ ഗോഡ്, പണിയിട്ട്. സീനില്ല. നമുക്ക് ഇവിടെ ഒരു ഗെയിം ഉണ്ട്, ഇവിടെ നമുക്ക് പിടിച്ചെടുക്കാം. ഒറ്റൊന്ന് മതി. അല്ല, വേണ്ട അങ്ങനെയല്ല, സോറി. ഞാൻ അല്ല, വേണം സോറി. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് വെക്കുക. ഞാൻ പൊട്ടിച്ച് വെക്കുക എന്നുള്ള മൈൻഡിൽ വെച്ച്. ഇത് വേണം. ഓക്കെ, സെറ്റ്. വേറെ ഒന്നൊരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ അതാ ലാവാ പൂളുണ്ട്. അഥവാ ഒബ്സിഡിയനുള്ളതും ആയി, മനസ്സിലായല്ലോ. അപ്പം ഇനി നമുക്ക് അടിയിൽ നിന്ന് വെച്ച് തുടങ്ങാം. അടി ഇവിടെ അടുത്ത് തന്നെ എത്തി. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടോർച്ചുള്ളതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാത്തതാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചുടങ്ങല്ലേ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവിടെ സൈഡിലൊരു സാധനമുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ മൈൻഡ് ചെയ്തിട്ട് ഇത് മാറ്റി ഇത് എടുക്ക്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയാം, മിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. ഓക്കെ, ഞാൻ ഈ സാധനം നിൽക്കാൻ കണ്ടോ, എൻ്റെ കയ്യിലത് കിട്ടി. ഇനിയിപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തിട്ട് ഇതൊന്നും പിടിച്ചിട്ട് ഒന്നുകൂടി നിൽക്കുക, ഇൻവെൻട്രിക്ക് തന്നെ പോകുന്നു. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. തിരിച്ചവിടെ തന്നെ വെക്കാം. ഇവിടെ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിന്. ഇതാ അവിടെ നിന്നല്ലേ. ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്താൽ നമുക്ക് എന്തായാലും സ്റ്റേഴ്സ് വെക്കാനുള്ള ഏരിയ ആണ്. അല്ല സ്റ്റേഴ്സിന് ഇറങ്ങി വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി വെക്കാം. നത്തിങ് സീൻ എന്നാ യാർ. ഓക്കെ, അപ്പോൾ അത് വെച്ചങ്ങനെ പോവാം, ആദ്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഐഡിയ ആയിട്ടാണ് കൊടുക്കുന്നത്. ട്രേഡിങ് ഹാള് ഒരു റൂമിൽ, നമ്മൾ സാധാരണ ഒറ്റ ബ്ലോക്കിലല്ല ഹോട്ടല്, ഞാൻ ഇതൊരു റൂമിൽ സെറ്റാക്കി എത്തി. അയ്യോ, മുടങ്ങിയല്ലേ ഇതിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് ഒരു റൂമിൽ കുറച്ച് ഫ്രീ ആക്കി വരാടാന്ന് കരുതി. അങ്ങനെ ഓക്കെ, ഒന്ന് കഴിഞ്ഞ് അടുത്ത സ്റ്റാക്കിങ് കഴിഞ്ഞ് ഓക്കേടാ. നമ്മൾ സ്റ്റോൺ ഏരിയ എത്തിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോൺ ആയിരിക്കും.
ഓക്കെടാ, നമ്മളടുത്തുള്ളത് കഴിഞ്ഞു. ബെഡ് വെച്ചുറങ്ങി വെച്ചുറങ്ങി. നൈറ്റ് ആയല്ലോ, നൈറ്റായി. ഉറങ്ങടാ, നൈറ്റ് ആയിക്കണേ. കയറി ബെഡ് ഒന്നുകൂടി പൊട്ടിച്ച് വെച്ചോക്കാം. ഇപ്പോഴുതാ ഇനി അപ്പോൾ ഉറങ്ങാം. കുറച്ചു നേരം കൂടി ഇരിക്കണമായിരുന്നു. ഓടിച്ചെടുത്തോ. ഓക്കെ, ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കയറാൻ. ഇനി നമ്മളിങ്ങനെ കുത്തി 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 അങ്ങനെ കയറേണ്ടി വരും. നല്ല ടൈം എടുക്കും. ക്രൗച്ച് ചെയ്താലും സീനില്ല. ചാടിപ്പോയാൽ നല്ല പണിയുണ്ടാവും, പക്ഷേ ഇങ്ങനെ പോയാൽ നേരെ എത്തും. ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും കയറാൻ സിമ്പിളാണ്. സൂപ്പറാണ് കയറും. കാണിച്ചരാ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഓക്കെ, നമ്മളിറങ്ങി. ഇനി തിരിച്ചു കയറുമ്പോൾ നോക്കണ്ടേ. കണ്ടോ 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 കണ്ടോ, ഇതൊരു സ്പീഡാണ്ടോ. ഇടയ്ക്കിട്ട് എന്തോ ആവുന്നുണ്ട്, അത് സീനാക്കണ്ട. ഫുഡ് കഴിക്കട്ടെ. ഫ്ലാഷ് പോണ മാതിരിയാണ് പോണേ. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി ഡീപ്പ് സ്ലൈറ്റ് വേണം. അത് ഞാനേ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് സ്റ്റോൺ പിക്കാക്സ് എടുത്തിട്ട് കുറച്ച് ടോർച്ച് കൊടുത്തിട്ട് പോവാം. കയറി 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 കയറി. എനിക്ക് നല്ല ജലദോഷം ഉണ്ട്. പോകും അല്ല, ചുമയും പനിയൊക്കെ മാറി. ജലദോഷമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഇങ്ങനെ വല്ലതും പറയും, നിങ്ങളൊന്നും വിശ്വസിക്കരുത് കേട്ടോ. അതാ ഞാൻ പറയണൊക്കെ വിശ്വസിച്ചോണ്ടി. ഞാൻ പറയും വിശ്വസിക്കേണ്ടത് ഏതാ വിശ്വസിക്കേണ്ടാത്തത് ഏതാ, അതൊക്കെ വിശ്വസിച്ചോണ്ടി. നമുക്കിന്നെ അറിയാനായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. നമ്മൾ പിക്കാക്സ് എടുക്കുക. ടോർച്ചില്ലേ? അയ്യോ ടോർച്ചില്ല. അയ്യോ ടോർച്ചില്ല ടോർച്ചില്ല. പിന്നെ നമ്മൾ ഗാസ്റ്റിന് പേരായിട്ടുണ്ട്. പേര് ഹാപ്പി. ഹാപ്പി ഹാപ്പി ഗാസ്റ്റ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവൻ്റെ റിയൽ നെയിം ഹാപ്പി ഗാസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാപ്പി. ഓക്കെ, എല്ലാവരും ഇവനെ ഹാപ്പി എന്ന് വേണം പിടിക്കാൻ. ഇവൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞാണ്, പറക്കും തെളിക. അത് ഞാൻ കാണിച്ചുതരാം. സ്പീഡ് വെക്കും, സ്പീഡ് വെക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെ പേര് പറക്കും തെളിക. എനിക്കിപ്പോൾ തന്നെ കിട്ടി. ഇവിടെ വെക്കാം. ഒന്ന് അടിയിലേക്ക് പോട്ടെ. അടിയിലേക്ക് പോകാൻ നല്ല ടൈം എടുക്കും. അങ്ങനെ കുറച്ച് ഡീപ്സിലേക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. ഇവിടെ ലാവ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തിന് വെളിച്ചുണ്ടാവും. അതുകൊണ്ട് അത് മേടിക്കാനില്ല. എടാ പോടാ, മൈ ലക്ക്. ഇവിടത് എത്രയാണത്? ഇവിടത് കുറേ ഇടറാ. എൻ്റെ മുത്തേ, സീന് സീന് പൊന്നും സീന്. ഈടാ ലക്കി പറഞ്ഞ ലക്കി. ഇതാണ് ലക്ക്. മൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നീ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യുക. അവിടെ വെട്ടം കുറഞ്ഞു വരുന്നു. ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് മൈൻഡ് ചെയ്യുക. വെട്ടം വേണം. അയ്യോ, ഞാൻ അത്രയും നേരം അയൺ പിക്കാക്സ് കൊണ്ടാണോ പൊട്ടിക്കണേ? അതാ ഞാൻ നോക്കിയ. എന്തിനക്ക് പറ്റിയേ? എന്തിനക്ക് പറ്റിയേ? ഇതിപ്പോൾ എത്രാമത്തെ ഡയമണ്ട് അറിയോ? ഇന്നത്തെ തന്നെ പോയി സാരില്ല. എത്രാമത്തെ ഡയമണ്ട് അറിയോ? എന്താടാ എനിക്ക് പറ്റിയത്? ഹേയ്, ഇവിടെ രണ്ടെണ്ണം വരും. പക്ഷെ
ഇന്നിപ്പോൾ 14 ഉണ്ട് എൻ്റെ അടുത്ത്. കുറച്ച് നേരം കൂടി കഴിഞ്ഞൊരു ആർമർ ഞാൻ ഉണ്ടാക്കും. ഞാൻ വില്ലേജ് ഹട്ടിൻ്റെ അടുത്ത് വാങ്ങാമെന്നാണ് കരുതിയത്. കാരണം നല്ല പണിയാണല്ലോ ആർമർ ഉണ്ടാക്കാൻ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇത് പൊരുഞ്ചായ സീഡ്. ഇത് ഞാൻ പിന്നെയും പറയാണ്, അതോടെയാണ് ഞാൻ ഇത് യൂട്യൂബിൽ നിന്നും മറ്റേതൊന്നും എടുത്തതല്ല. ഇതൊക്കെ റാൻഡായിട്ട് കിട്ടി. പോടാ റാൻഡമായിട്ട് കിട്ടിയ സീഡാണ്. എത്താടത്? ഇത് വൈനാണ്. ഇവിടെ വൈനുണ്ട്. ഇവിടെ ഡയമണ്ട് വൈനുണ്ടാ? എന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്. ഓ 2 ഡയമണ്ട് ഉള്ളായിരുന്നെങ്കിലും ഇന്നിപ്പോൾ 16 ഡയമണ്ടിൻ്റെ അടുത്ത്. ഹേയ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ലക്ക്, ഇതിൻ്റെ പേരാണ് ലക്ക്. പോട്ടെ. അയ്യോ ഒരു ബ്ലോക്കും കൂടി ഉള്ളിക്കുക അല്ലേ? ഡയമണ്ട് മഴ. ഹേയ് വീട്ടിലിരിക്കുന്നതും കൂടി കൂട്ടിയാൽ 18 ഡയമണ്ട് ഉണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ 18. ഞാൻ ഇത്ര നേരം അയൺ പിക്കാക്സ് കൊണ്ടാണ് പൊട്ടിക്കുന്നത്. ഒരു ബോധമല്ലാതെ പൊട്ടിക്കുന്നത്. ലക്കി ഭാസ്കർ സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നയിച്ച ലക്കി ഭാസ്കറാണ് ഞാൻ കേട്ടോ, ആലോചിച്ചോണം. ലക്കി ഭാസ്കർ LT പോയി. ഇത് കുറച്ചുണ്ടല്ലോ. ആടാ ഇത് കുറച്ചുണ്ട്. ഇങ്ങോട്ട് വീണാൽ പറ്റൂലല്ലോ അല്ലേ? അവിടെ കുറേ ഉണ്ട്. അവിടേക്ക് പിഞ്ഞും ഉണ്ടറാ. അവിടേക്ക് പിഞ്ഞും കുറേ. ഇതെന്ത് തോടാണോടെ ഈ പോണേ? അവിടേക്ക് കുറേ ഉണ്ട്. ഇവിടുന്ന് പൊട്ടിച്ചാൽ നമുക്ക് കാണാം. അവിടെ എത്ര ഡയമണ്ട് എനിക്കിപ്പോൾ കിട്ടിയത്? ഇത് കുറേ ഉണ്ട് കേട്ടോ ഈ ലാവാപ്പൂള്. അവിടേക്ക് ഉണ്ട് നല്ലത്. അവിടേക്ക് നല്ല പോലെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വലിയത് പിക്കാക്സ് തൊട്ടി സാറില്ല. എൻ്റെ അടുത്ത് അയൺ പിക്കാക്സ് ഉണ്ട്. അതെന്താ ഒരു ആർമർ പോലെ? ഡ്രൗണിനെന്താ ഇവിടെ കാര്യം? എന്താ ബ്ലോഗും കൂടി റീച്ചിട്ടോ? എടാ ഡ്രൗൺ തന്നെ. എന്തായാലേ തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ. ഇവിടേക്കൊന്നും ഒട്ടും സേഫ് അല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തൊക്കെയോ സൗണ്ട് എഫക്റ്റൊക്കെ കേൾക്കുന്നുണ്ട്. പുറത്ത് നൈറ്റായി. ആയില്ലേ? ആയിക്കണേ ഇല്ല. ഒട്ടും ആയിട്ടില്ലല്ലേ? നല്ല ആയിരത്തി അല്ല ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഇങ്ങനെ റൗണ്ട് അടിക്കേണ്ടി വരും. കുറേ നേരമല്ലോ. 14 ഡയമണ്ട്ടാ. എന്ത് ലക്കത്! ഇങ്ങനെയൊക്കെ ലക്ക് ഉണ്ടാവും? ലക്കിന്റെ മാനം കൊടുത്തിന്. 14 നീല മുട്ട. ഇതിന് ഹൈറ്റായിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ സന്ധ്യയായി, പക്ഷെ ലൈറ്റായിട്ടില്ല. ഞാൻ അവിടെ കുറേ നേരം നിൽക്കേണ്ടതായിരുന്നു. എന്നാലും പെട്ടിയിരിക്കുന്ന കൂടി കൂട്ടി 18 നോക്ക്. 18 ഡയമണ്ട് എനിക്ക് വേണ്ട. 18 ഡയമണ്ട്. ഞാൻ ഉറങ്ങട്ടെ. കയ്യിൽ ഡയമണ്ടും കയ്യിൽ പിടിച്ച് ഉറങ്ങുക. പക്ഷേ കയ്യിലായിരുന്നു. എന്തായാലും ഞാൻ ഉള്ള സ്റ്റിക്കൊക്കെ എടുത്ത്
ഇതുണ്ടാക്കാം. പിക്കാക്സ്, ഡയമണ്ട് പിക്കാക്സ്, ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ്. ഹാപ്പി നോക്കടാ, പാർക്കും തെളിയ നോക്കടാ. എന്താ നോക്ക് 15 ഡയമണ്ട് പിക്കാക്സും നോക്കടാ. ആ എന്ത് നോക്കി പഠിപ്പിക്കണ നീ? അമ്മേ കേൾപ്പിക്കൽ. ഹാപ്പി ഞാനൊരു സോഡ് ഉണ്ടാക്കട്ടെ. ഒരു സോഡുമായിട്ടുണ്ട്. ഒരു ശവലുമായിട്ടുണ്ട്. ഇനി ആർമർ വേണ്ട. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കണ്ട, ബൂട്ട്സ് ഉണ്ടാക്കണ്ട. ബൂട്ട്സ് ഉണ്ടാക്കുന്നത് സേഫല്ല. നമുക്ക് ആക്സി ഉണ്ടാക്കിയില്ല അല്ലേ? അപ്പോൾ ഒരു ആക്സും കൂടി ഉണ്ടാക്കട്ടെ. ഇരുന്നോട്ടൊന്ന് ഈ നീലമുട്ട തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. ഇതിനി ഉണ്ടല്ലേ ഇവിടെ? ഇതുണ്ട്. പക്ഷേ ഞാൻ കുറേ മൈനിങ്ങിന് പോയി വെറുതെ. പിന്നെ പിക്കാക്സ് ഉള്ളിലേക്ക് വെക്കുക, ആക്സും ഉള്ളിലേക്ക് വെക്കുക, സോഡും ഉള്ളിലേക്ക് വെക്കുക, ഷവലും ഉള്ളിലേക്ക് വെക്കുക. ഇത് ഞാൻ സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് വെക്കണത്, വേറെ ഒന്നും ഉണ്ടല്ല. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി ഇതാക്കാം. എന്ത് ബ്രിക്കും ടൈൽസും വെക്കുക. ഷിപ്പ് അയ്യോ വേഗം ഇനി ബാക്കിയുള്ളത് ഇതാകും. സ്റ്റെയറോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എനിക്കൊരു വേറെ കുറച്ച് മുമ്പത്തെ ഒരു LT പ്ലേ സീരീസ് വില്ലേജൊക്കെ ഉണ്ടായിനി. അടുത്ത് തന്നെ ഞാൻ വില്ലേജിലായിരുന്നു താമസിച്ചത്. ഇവിടെ ഒരു വില്ലേജ് റീഡർ ഉണ്ടാക്കിയിരുന്നു ഞാൻ വലിയ സ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കി. എൻ്റെ അടുത്ത് ആ കമ്പനിയിലൊന്നുമില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയ സീരീസായിരുന്നു. അപ്പോൾ ആ സീരീസിൽ ഞാൻ വില്ലേജ് റീഡർ നേരെ വർക്കാണുള്ള അറിഞ്ഞിട്ടാണ് അത് നിർത്തിപ്പോയത്. അയൺ ഫാമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലാന്ന്. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും വലിയ പൊട്ടത്തരായിരുന്നു ഞാൻ ചെയ്തത്. കാരണം ഞാൻ അന്ന് വില്ലേജ് റീഡർ ഉണ്ടാക്കിയിട്ട് എനിക്കന്ന് ബെഡ്റോക്കിൻ്റെ ഒരു കുന്തും അറിയില്ല. ഞാൻ ജാവ കുറേ വീഡിയോസ് കണ്ടാണ്ട് അത് ബെഡ്റോക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഒന്നും വർക്കാവില്ല, ഒരു കുന്തവും വർക്കാവില്ല. ഞാൻ വെറുതെ എനിക്കിതൊക്കെ കഴിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടി പറഞ്ഞിട്ട് നൂബായാണ്ട് കളിച്ച്. അതുകൊണ്ട് എനിക്ക് ആ വേർഡ് കളയേണ്ടി വന്നു. പക്ഷെ ഇപ്പം ഞാൻ ബെഡ്റോക്കിനെ കുറിച്ചും ജാവനെ കുറിച്ചൊക്കെ നല്ലോണം പഠിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ ഇപ്പം ചൂട് കേസാണ്. ഇവിടെ എത്തുമോ? ഇവിടെ വെക്കണേ, അവിടേക്ക് എത്തുമോ? അവിടേക്ക് എത്തണം. ഒറ്റ നിന്നും കൂടി വ്യത്യാസം സീനില്ല. നമുക്ക് ഇവിടെ ഉള്ള പോലെ ഇത് എടുക്കാം. ഇവിടെ ഉണ്ടല്ലോ സാധനം, പക്ഷേ ഇങ്ങനെ കിട്ടൂലല്ലേ. സോറി. അത് സാരല്ല, ഒറ്റ ബ്ലോക്കല്ലേ. അത് ഞാൻ പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡിയാക്കിക്കോളുണ്ട്. അപ്പോൾ എങ്ങനെയാ? ഓക്കെ മെച്ചൻഡീസ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ് ചെയ്യാൻ തൊട്ടാറിൻ്റെ ചാനൽ കൂടി സബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൻ എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക, പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.